പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെയും വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ വചനം നമുക്കറിയാമല്ലോ. വചനം എന്നുള്ളത് ഒരു വിത്താണ്. ആ വിത്ത് നല്ല ഹൃദയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് പൊട്ടിമുളയ്ക്കുകയും അത് 100 മേനി എല്ലാം വിളവ് നൽകുന്നു. വിളവ് നൽകി നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങളുണ്ടാക്കുന്നു. അതിനാൽ വചനം നമ്മൾ കേൾക്കുക, ധ്യാനിക്കുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈ സമയം, വചനം കേൾക്കുന്ന ഈ സമയം തീർച്ചയായിട്ടും ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സമയമാണ്. ലോകത്തിൽ നമ്മൾ മറ്റേതിനും കൊടുക്കുന്ന സമയത്തേക്കാൾ അധികം ഏറ്റവും കൂടുതൽ വിലയുള്ള സമയമാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വചനം ഈശോയുടെ വാക്കുകളാണ്. ഈശോ തന്നെയാണ് വചനം. അതുകൊണ്ട് ഈ വചനത്തെ, ഈ വിത്തിനെ നമ്മുടെ ഹൃദയങ്ങളിൽ, നല്ല ഹൃദയങ്ങളിൽ സ്വീകരിക്കുമ്പോൾ അത് പൊട്ടിമുളയ്ക്കട്ടെ, 60 മേനിയും 100 മേനിയൊക്കെ വിളവ് നൽകട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്ന വചനം ഇതാണ്: ദൈവം നമ്മോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്ക് ഏവർക്കും സുപരിചിതമായ തിരുവചനമാണ് ഏശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും. എൻ്റെ വിജയകരമായ വലത്തുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നീ സംഭ്രമിക്കേണ്ട, ഞാനാ നിൻ്റെ ദൈവം. അത്ര കണ്ട ഒരു വാഗ്ദാനം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു വചനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യെശയ്യ 43:2 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇത് തന്നെയാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, സമുദ്രത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. നദിയിലൂടെ നീ കടക്കുമ്പോൾ ആ ജലം നിന്നെ മുക്കിക്കളയില്ല. അഗ്നിയിലൂടെ നീ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല, നിനക്കൊന്നും സംഭവിക്കില്ല. നിൻ്റെ രക്ഷകനും കർത്താവുമായ ദൈവം നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ശക്തി നൽകുന്നത്. നമുക്കറിയാം, സമുദ്രത്തിലൂടെ നടന്ന് പോയാൽ ചെങ്കടലിന് മുന്നിൽ വന്ന ഇസ്രായേൽ ജനം പകച്ചുപോയി. എങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്നുള്ള രീതിയിൽ അവർ ഭയന്നിരുന്നപ്പോൾ നമുക്കറിയാം, ആ സമുദ്രം തന്നെ 2ആയി പിളർന്ന് ഒരു വഴിയൊരുക്കുകയാണ് ഉണ്ടായത്. ജോർദാൻ നദിയുടെ മുമ്പിൽ വന്ന ജനം ജോഷുവയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. എന്തു ചെയ്യുമെന്ന് അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അതേ, പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജോർദാൻ നദിയുടെ വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ അതിൻ്റെ ഒഴുക്ക് നിലയ്ക്കും. അങ്ങനെ ഒഴുക്ക് നിലയ്ക്കുകയും ഉണങ്ങിയ നിലത്തുകൂടെ അവർ അക്കരെ പോവുകയും ചെയ്തു. അതുപോലെ നമുക്ക് വായിക്കുന്നുണ്ട്, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 3 യുവാക്കൾ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ എന്ന് പറഞ്ഞ 3 യുവാക്കൾ, അവർ രാജാവ് ഉണ്ടാക്കിയിരുന്ന ഒരു വിഗ്രഹത്തെ ആരാധിക്കുവാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുവാനായിട്ട് രാജാവ് കൽപ്പിക്കുന്നു. അവർ പറയുന്നു, നീ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും നീ എന്തൊക്കെ ചെയ്താലും ഞങ്ങളൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളെ ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അങ്ങനെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവനെ തല കുമ്പിടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യെശയ്യായുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നത്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല,
അഗ്നിയിലൂടെ നടന്നാൽ ആ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നൊക്കെ പറയുന്നതിനൊക്കെ അർത്ഥങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാലോ, മോശ ഭയപ്പെടുന്നുണ്ട്. മോശയോട് കർത്താവ് അരുളി ചെയ്യുകയാണ്, നീ ഫറവോൻ്റെ അടുത്തുനിന്ന്, ഈജിപ്തിൽ നിന്ന് അതേ വിഷമിക്കുന്ന എൻ്റെ മക്കളെ, ഇസ്രായേൽ മക്കളെ നീ മോചിപ്പിച്ച് കൊണ്ടുവരിക. ലക്ഷക്കണക്കിന് മക്കളുണ്ട്, നീ മോചിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഇത് അസാധ്യമായൊരു കാര്യമാണ്, എനിക്ക് എങ്ങനെ സാധിക്കുമിത്? ഇത്രയും വരുന്ന ജനങ്ങളെ എങ്ങനെയാണ് മോചിപ്പിച്ച് കൊണ്ടുവരിക? അതും ഫറവോൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ എനിക്ക് ഭയമാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് സാധിക്കും? കർത്താവ് ഒരു ഉത്തരവ് നൽകിയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജെറമിയ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ പ്രവാചകനായിട്ട് നിൻ്റെ ദൗത്യം നിറവേറ്റാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് ഇതൊന്നും അറിയില്ല, എനിക്ക് അറിയില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് പറയാനാണ്? ബാലനായ എനിക്ക് ഈ ദൗത്യം വേണ്ട എന്ന് തന്നെ ജെറമിയ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ബാലനാണെന്ന് പറഞ്ഞ് നീ വിഷമിക്കരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൻ തുമ്പിൽ ഞാൻ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ നിനക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ, ഇത് തന്നെയാണ് ഗിദെയോൻ പറയുന്നത്. ഗിദെയോനോട് അരുളപ്പാടുണ്ടാവുകയാണ്, നീ മിദ്യാൻകാരെ, ഇസ്രായേൽക്കാരെ ശല്യപ്പെടുത്തുന്ന മിദ്യാൻകാരെ നീ തോൽപ്പിക്കണം, യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്താണ് എന്നോട് പറയുന്നത്? ഞാൻ നിസ്സാരനാണ്, എൻ്റെ കുടുംബത്തിൽ ഞാൻ നിസ്സാരനാണ്, വംശത്തിൽ നിസ്സാരനാണ്, ഞാൻ ഒന്നുമല്ല, ബലവാനല്ല. നിസ്സാരനായ ഞാൻ എങ്ങനെയാണ് ഈ മിദ്യാൻകാരെ, ഈ വലിയ സൈന്യത്തെ തോൽപ്പിക്കുന്നത്? ഞാൻ എങ്ങനെയാണ്? കർത്താവ് ഉത്തരം നൽകുന്ന ഒരൊറ്റ വേടാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഏത് അവസ്ഥയിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് അസാധ്യ കാര്യങ്ങളെയും സാധ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏത് ബലഹീനതയിലും ബലം പകരാനായിട്ട് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ സാധിക്കും. നമുക്ക് ശക്തി നൽകാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവർ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യൂട്യൂബ് നോക്കിയപ്പോൾ അതിൽ പത്മഭൂഷൺ ഈ തവണ കിട്ടിയ 2025 പത്മഭൂഷൺ കിട്ടിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ലിസി ഹോസ്പിറ്റലിലെ ഹൃദയ ശാസ്ത്രക്രിയ നടത്തുന്ന ഒരു വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ വായിച്ചു. അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് എൻ്റെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കുന്ന ശാസ്ത്രക്രിയ നടത്താൻ സാധിച്ചത്, അപ്പോൾ കേരളത്തിൽ ആദ്യമാണ്, ഇന്ത്യയിൽ മൂന്നാമത്തേതുമാണ്. അതെനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത് കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ ക്രൂശിത രൂപം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത് അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ എൻ്റെ കയ്യിൽ തന്നതാണ്. എന്നോട് തന്നിട്ട് പറഞ്ഞു, അവിടെ നീ കുറച്ച് കഴിയുമ്പോൾ നീ തളരാൻ സാധ്യതയുണ്ട്, നീ തളരുമ്പോൾ ഈ ക്രൂശിത രൂപം എടുത്ത് നീ പ്രാർത്ഥിക്കുക, കർത്താവ് നിൻ്റെ കൂടെ വന്ന് നിനക്ക് ശക്തി പകരും, അപ്പോൾ നിനക്ക് വിജയകരമായിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹം ഈ സ്പിരിച്വൽ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ഡോണറായിട്ട് കിടക്കുന്ന സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. 2003 അത് എബ്രഹാം എന്നൊരു വ്യക്തിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം ഹൃദയം എടുത്തു, വളരെ വിജയകരമായിട്ട് എടുത്തു. പക്ഷേ മാറ്റിവെക്കാൻ നേരത്ത് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കുകയാണ്. മെഡിക്കൽ സംഘത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ, പൾസെല്ലാം താഴേക്ക് പോകുന്നു, എല്ലാം പ്രഷറെല്ലാം താഴേക്ക് പോകുന്നു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ വേദനിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ആകെ തളർന്നു നിൽക്കുമ്പോൾ സ്പിരിച്വൽ ഡയറക്ടർ പറഞ്ഞ വാക്ക് അദ്ദേഹം ഓർക്കുകയാണ്, നീ തളരുമ്പോൾ ആ ക്രൂശിത രൂപം എടുത്ത് നീ പ്രാർത്ഥിക്കുക. ആ ക്രൂശിത രൂപം നീ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് ശക്തി നൽകും.
ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ഓർമ്മ കിട്ടിയപ്പോൾ ആ ക്രൂശിത രൂപം അദ്ദേഹം എടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉന്മേഷം കിട്ടി, ശക്തി കിട്ടി, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചു. അദ്ദേഹം ഉടനെ ആ ചെയ്യുകയും ആ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായിട്ട് നടക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, അദ്ദേഹം പറയുകയാണ് അത് സാധിച്ചത് ഈ ക്രൂശിത രൂപം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യം എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത്. എൻ്റെ ഒട്ടും കഴിവല്ല, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിന് പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, പത്മവിഭൂഷണും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണിത്. ദൈവം കൂടെ ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കൂ, ദൈവമില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. സ്നേഹമുള്ളവർ, നമുക്കറിയാമല്ലോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഒരു രാജാവ്, യൂദയ രാജാവ് യഹോഷാഫാത്ത് രാജാവ് അവിടെ യൂദയ പ്രദേശം ഭരിക്കുകയാണ്. അവിടെ ജനങ്ങളെല്ലാം സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് 3 കൂട്ടർ, അമ്മോന്യർ, മൊവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ, ഈ 3 പേരും കൂടി ഇവരെ യൂദയ ആ നാട്ടിൽ ഉള്ളവരെ എല്ലാം നശിപ്പിക്കാനായിട്ട് അവർ ഒരുമിച്ച് കടന്നു വരുന്നത്, ഒന്നായിട്ട് കടന്നു വരുന്നത്. എങ്ങനെയും ഇവരെ അവസാനിപ്പിക്കണം, യഹോഷാഫാത്തിനെ അവസാനിപ്പിക്കണം, രാജ്യം പിടിച്ചെടുക്കണം. അങ്ങനെ കടന്നു വന്ന് 3 പേര് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് യഹോഷാഫാത്ത് നോക്കിയപ്പോൾ ഇവർ ലക്ഷക്കണക്കിന് പടയാളികളുണ്ട്, യോദ്ധാക്കളുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലായി. യഹോഷാഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. 2 ദിനവൃത്താന്തം 20:12 യഹോഷാഫാത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എൻ്റെ കഴിവിനപ്പുറമാണ്, അവരുടെ സംഖ്യ വളരെയധികമാണ്, ഞങ്ങളെയെല്ലാം പപ്പടം പോലെ പൊടിച്ച് കളയും അവർ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, എങ്കിലും അങ്ങിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു, ഞങ്ങൾ ശരണപ്പെടുന്നു, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വിളിച്ച് കരയുന്ന യഹോഷാഫാത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോഷാഫാത്തിന് ദൈവം ശക്തി കൊടുക്കുകയാണ്. വേറൊരു വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചു കൊണ്ട് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കെ, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. ഇത് കേട്ട് നീ പരിഭ്രമിക്കരുത്, നീ അധൈര്യപ്പെടുകയോ ചെയ്യേണ്ട, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും. സ്നേഹമുള്ളവരെ, ഇവരൊക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവർ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് യൂദയയിലുള്ള ജനങ്ങളൊക്കെ താഴേക്ക് ഇറങ്ങുന്നത്. നന്ദി പറഞ്ഞ് സ്തുതിച്ച് പാട്ടുപാടി അവർ താഴേക്ക് ഇറങ്ങുകയാണ്. കാരണം കർത്താവിലുള്ള വാക്കിലുള്ള വിശ്വാസം അപ്പോൾ അവരൊക്കെ പരിഭ്രമിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. ഇതെന്താണ്, പാട്ടുകാരും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പലരുമാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അവർ കർത്താവിന് നന്ദി പറയുകയാണ്, കർത്താവിൻ്റെ അചഞ്ചല സ്നേഹത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. കിന്നരം, വീണ, കുഴലൊക്കെ വെച്ചിട്ടാണ് പാട്ട് പാടുന്നത്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രിയമുള്ളവരെ, വചനം പറയുന്നു, അപ്പോൾ കർത്താവ് ഉടനെ ഒരു കെണി ഒരുക്കുകയാണ്. അവിടെ അമ്മോന്യരും മൊവാബ്യരും കൂടി സെയീർ പർവ്വത നിവാസികൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നു. പിന്നീട് അമ്മോന്യരും മൊവാബ്യരും കൂടി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ 3 കൂട്ടരും ഇങ്ങനെ യുദ്ധം ചെയ്ത് അവർ താഴേക്ക് വന്നപ്പോൾ തന്നെ, താഴ്വാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അവിടെ ശവശരീരങ്ങളായിരുന്നു മുഴുവനും, അവരൊന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ താഴ്വരയ്ക്ക് പേരിട്ടത് ബറാക്കി താഴ്വര എന്നാണ്. കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു, അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല. ചിലപ്പോൾ ഇതേപോലെ തന്നെ ഈ 3 കൂട്ടരെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, വലിയ രോഗങ്ങളായിരിക്കാം,
ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രതിസന്ധികളായിരിക്കാം, ചിലപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരുമിച്ച് വന്ന് ഞെരുക്കുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോൾ കടന്നു വരാറുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു പോകുന്ന അവസ്ഥകൾ. കർത്താവ് എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. കർത്താവ് ഞങ്ങൾ അങ്ങയിലെ ശരണം പ്രാപിക്കുന്നു. കർത്താവെ അവിടുന്ന് വഴി കാണിച്ചു തരണേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളൊക്കെയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മോട് കൂടെയുള്ള കർത്താവ് തീർച്ചയായിട്ടും നമ്മെ രക്ഷിച്ച് എടുത്ത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കൊക്കെ മറക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ തൃശ്ശൂരടുത്ത് ഒരു 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരു കുഷ്ഠരോഗ ആശുപത്രി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുഷ്ഠരോഗ ആശുപത്രിയിൽ നമുക്കറിയാം, കുഷ്ഠരോഗം വന്നവരൊക്കെയാണ് ആ പ്രദേശത്തേക്ക് പോകുന്നത്. അതൊരു വലിയ പ്രദേശമായിരുന്നു. കുഷ്ഠരോഗികളൊക്കെ ചെന്ന് അവർ ചെന്നപ്പോൾ പിന്നീട് അവിടെയൊക്കെ അവർ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ കുഷ്ഠരോഗികളുടെ ഒരു ഗ്രാമമായിട്ടത് മാറി. അങ്ങനെ അവരങ്ങനെ താമസിക്കുകയാണ് അവിടെ. അങ്ങനെ അവിടെ ഒരു ചർച്ചും രൂപപ്പെട്ടു, ചെറിയ ചർച്ച്, അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഒരു വൈദികനും പോയി. എന്നാൽ വിശുദ്ധ കുർബാന നടത്തുന്ന സമയങ്ങളിൽ അവർക്ക് കൂടുതൽ ഭക്തി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇന്നും നിരാശയും പരാതിയും വിഷമങ്ങളും ഉള്ളൂ. കാരണം ശരിയാണ്, അവരെ ആർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട, ദൈവശാപം എന്നുള്ള രീതിയിലാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അതുമാത്രമല്ല, അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ ദിവസങ്ങൾ ഓരോ സമയങ്ങൾ കഴിയുന്തോറും എല്ലാം മുറിഞ്ഞു പോവുകയാണ്. അപ്പോൾ അവരുടെ വേദനകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിരാശയാണ്, അവരുടെ വേദനകളാണ്, കഷ്ടപ്പാട്, അവർക്ക് ബുദ്ധിമുട്ടുകളാണ്, കണ്ണുനീരുകളാണ്. ആ സമയത്ത് സ്നേഹമുള്ളവരെ, അവിടെ ഉണ്ടായിരുന്ന വൈദികൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, നിങ്ങൾ കടന്നു വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ കടന്നു വരുന്നു. പക്ഷേ എങ്കിലും അവർക്ക് അവിടെ ശ്രദ്ധിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ വൈദികൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. വൈദികൻ അവിടെ ഒരു കാസ എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് ദുഃഖങ്ങളും വിഷമതകളും നിരാശകളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ധാന്യമണി എടുത്ത്, ഗോതമ്പ് മണി എടുത്ത് നിങ്ങൾ ഈ കാസയിലേക്ക് ഇടുക. അങ്ങനെ അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ ഗോതമ്പ് മണികൾ അവിടെ വന്നു വീഴും. അങ്ങനെ കാസ നിറയുമ്പോൾ അദ്ദേഹം, ആ വൈദ്യം ചെയ്തത്, ഈ ഗോതമ്പ് മണിയുടെ അവരുടെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഈ ഗോതമ്പ് മണികളൊക്കെ അത് പൊടിച്ച് ചേർത്ത് അപ്പമാക്കി, അതേ വലിയ അപ്പമാക്കി വിശുദ്ധ കുർബാനയാക്കി വിശുദ്ധ കുർബാനയിൽ അത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം അത് പ്രസാദിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വാക്കി. അതിൽ നിന്ന് അവർക്ക് ഒടിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തപ്പോൾ അവരിലെല്ലാം രൂപാന്തരങ്ങൾ സംഭവിച്ചു. അവരുടെ നിരാശകൾ മാറി, അവർ ദുഃഖങ്ങൾ പോയി, വേദനകളുമായി മറഞ്ഞു. അവർക്ക് ദൈവത്തോട് ഒപ്പം ജീവിക്കാനായിട്ട് സാധിക്കണമെന്നുള്ള രീതിയിലേക്ക് അവർ കടന്നു വന്നു. പരാതികളില്ലാത്തവരായി അവർ മാറി. സ്നേഹമുള്ളവരെ, അതെ, ദൈവം അവരുടെ കൂടെ വസിക്കുമ്പോൾ, അവരോട് കൂടെ വസിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഈശോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22:12 ഈശോ പറയുന്നുണ്ട്, ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. കാരണം ഈശോ നമ്മളോടുകൂടെ വസിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുക. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മോടുകൂടെ വസിക്കാനായിട്ട് അത്യധികം ആഗ്രഹിക്കുക. നമ്മോട് കൂടെ വസിക്കാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ. നമുക്കറിയാമല്ലോ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുക, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കുക, നിങ്ങൾക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു മരിച്ചു,
എന്നാൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, പിന്നീട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈശോയുടെ ആഗ്രഹം അതായിരുന്നു, നമ്മളിലൂടെ എല്ലാം ഈശോ ജീവിക്കണം, നമ്മളിലൂടെ എല്ലാം ഈശോ വസിക്കണം. അതാണ് ഈശോ ആഗ്രഹിച്ചത്. ഈശോ കാൽവരിയിൽ തൻ്റെ ശരീരവും രക്തവും എല്ലാം ഈശോ കാൽവരി ബലിയായി സമർപ്പിക്കുമ്പോൾ അതിനു മുമ്പായി തന്നെ ഈശോയുടെ ശരീരവും രക്തവും നമുക്കായി തരികയാണ്. ഈശോ നമ്മിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുക, ഈശോ നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുക. അതാണ് 1 യോഹന്നാൻ 4:4 പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിലിരിക്കുന്നവനേലും വലിയവനാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4:13 പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഉള്ളിലിരിക്കുന്ന ദൈവത്തിലൂടെ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ലൂക്കയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോകുവാൻ ഇനി അധികം ദൂരമില്ല. എന്നാൽ പകൽ അസ്തമിക്കാറായ സമയത്ത് യേശുവിനെ അവർ നോക്കുമ്പോൾ യേശു മുന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. അവർ ഉടനെ യേശുവിനോട് പറയുന്നുണ്ട്, പകൽ അസ്തമിക്കാറായി, നാഥ ഞങ്ങളുടെ കൂടെ വസിച്ചാലും. യേശു അവരുടെ അപേക്ഷ കേട്ട് അവരോട് കൂടെ വസിക്കുവാനായിട്ട് യേശു തയ്യാറാവുകയാണ്. യേശു അവരുടെ ഉള്ളിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. യേശു ഭക്ഷിക്കുവാനായിട്ട് അവർക്കെല്ലാം ഭക്ഷിക്കുവാനായിട്ട് അവരപ്പമെടുത്ത് യേശുവിൻ്റെ അടുത്ത് കൊടുക്കുന്നു. യേശു പതിവ് പോലെ അപ്പമെടുത്ത് വാഴ്ത്തി മുറിക്കുമ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. പിന്നീട് യേശുവിനെ അവർ കാണുന്നില്ല, കാരണം അപ്പത്തിലൂടെ യേശു അവരുടെ ഉള്ളിലേക്ക് വന്നു. പിന്നീട് നാം വായിക്കുന്നത്, അവർ എമ്മാവൂസിലേക്ക് പോവുകയല്ല, അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോകുക. എന്ത് നേരിടാനായിട്ട് അവർ ശക്തിയുള്ളവരായിട്ടാണ് അവർ ജെറുസലേമിലേക്ക് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ സമ്മാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനതയിൽ ബലം പകരുന്നത്, നമുക്ക് ശക്തി പകരുന്നത് എല്ലാം ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുമ്പോഴാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ, ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ എവിടെ പോകുമ്പോഴും യേശുവേ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും നീ കൂടെ ഉണ്ടാകണമേ. നീ കൂടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അത് മാത്രം മതി കർത്താവേ. ഞങ്ങളുടെ ജീവിതം ധന്യമാകും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന.